മോഹൻലാലിനുള്ള ക്യാഷ് അവാർഡ് നൽകാൻ ഇവിടെ ഇരിക്കുക ജ്വല്ലറിയിലേക്കൊന്നും പോണില്ലേ ഇപ്പൊ? പോണം അമേരിക്ക ഇരിക്കന്നെ. അമ്മേ അമ്മ ഇതൊന്നും കണ്ടു നോക്കി. എന്താ പുതിയതാ കളക്ഷൻ വല്ലതാ? അല്ല അമ്മ ഇത് കാണ്. അമ്മ ഈ താരങ്ങളുടെ ഒക്കെ ഒരു മൂല്യം കണ്ടമ്മേ. ഈ സിനിമാ താരങ്ങൾക്ക് എന്താ ആരാധകര്. ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇപ്പൊ നമ്മുടെ ഇയാളില്ലേ അമ്മേ, പുതുതായിട്ട് വന്നില്ലേ അവനൊക്കെ ഭയങ്കര ആരാധകരമ്മേ. ഞാനേ കുറെ നേരമായി ഞാൻ ഈ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടമ്മേ. അവർ ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുമ്പോഴേ അവർക്കുള്ളൊരു വാല്യൂ ഉണ്ട്. അല്ല വാല്യൂ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജ്വല്ലറിയുടെ ആ പരസ്യത്തിന് വന്ന 8 ലക്ഷം റുപ്യ അമ്മ കൊടുത്തത്. സിനിമ നടനായതുകൊണ്ടല്ലേ? പിന്നല്ലേ. എനിക്കിത് ഭയങ്കര പാഷനായിരുന്നു അമ്മേ. അച്ഛൻ മരിച്ച് ഈ ബിസിനസ് കൂടെ എന്റെ തലയിൽ വന്നപ്പോ ഞാൻ പിന്നെ അതൊക്കെ വിട്ടു. എന്റെ മോന് എന്ത് ബിസിനസ്? നീ ഇപ്പൊ എന്താ ചെയ്യണ്? അമ്മ പറയണു അത് കേൾക്കണോ, അത്രല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നീ വിട്ടേക്ക്. നിന്റെ പാഷൻ എന്താണോ അതങ്ങോട്ട് ചെയ്യ. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോട്ടെ. പിന്നെന്താ ഇവിടെ നിനക്കതാണ് പാഷൻ, അത് ചെയ്യണമെന്നേ. അമ്മ സപ്പോർട്ടാണോ? അമ്മ എപ്പോഴോ സപ്പോർട്ടാണ്. നീ അതിന്റെ വേണ്ട ആൾക്കാരൊക്കെ പോയി കാണും. ഇനി അഥവാ അതെ നമുക്ക് ഈ നടന്മാർക്ക് കൊടുക്കും പോലെ പൈസ ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ട്. 3-4 ജ്വല്ലറികളും നമുക്കുണ്ട്. ഇനി ഇതേ പൈസ അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ അതും ആയിക്കോന്ന്. പിന്നെന്താ, ഞാനേ നമ്മുടെ ജ്വല്ലറിയിലെ മാനേജർ ഉണ്ണിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അവന് ആ ഏടന്റെ കാര്യമൊക്കെ അവനല്ലേ നോക്കിയേ. അത് പരസ്യത്തിന്റെ അന്ന് അവന് ആരെയോ അറിയാന്നൊക്കെ പറഞ്ഞു. അതെ, അവന് കുറച്ച് ആൾക്കാരൊക്കെ അറിയാൻ തോന്നുന്നു. അപ്പൊ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനോടും ചോദിക്കട്ടെ. അവനോട് ചോദിക്കും. അപ്പൊ ഞാൻ ഇറങ്ങും. അമ്മേന്റെ കൂടെ ഉണ്ടാവും. പിന്നെന്താടാ, അമ്മയുടെ മോൻ ആരോമൽ ഒരു നടനാവും. അല്ല എന്താണ് ആ രമരം അർജന്റ് കാണുന്ന പറഞ്ഞു? നമ്മൾ സ്വർണത്തിൽ ചെമ്പ് കൂട്ടുന്നത് വിജിലൻസ് അറിഞ്ഞ? അതൊന്നല്ല. ഞാൻ പറയണത് നീ ശ്രദ്ധിച്ച് കേക്കണം. ഞാൻ അതന്നല്ല എന്നും ചെയ്യുന്നത്. പക്ഷെ നിനക്കൊരു ശ്രദ്ധ കുറവുണ്ട്. കുറച്ച് കുറവുണ്ട്. നാളെ തന്നെ ആരോമലിനെ നീ ഒരു സിനിമാ നടനാക്കണം. സിനിമ നടനോ? അപ്പൊ നമ്മളെ കച്ചവടം കൂട്ടലയോ? കച്ചവടമൊക്കെ നോക്കാൻ ഞാനില്ലേ? അല്ലാതെ അവന് സിനിമ നടനാവണം. അവന്റെ പാഷൻ അതാണെങ്കിൽ പിന്നെ നമ്മളെ സാധിച്ചു കൊടുക്കണ്ടേ? ആണോ? അതിന് അഭിനയിക്കാനുള്ള പ്രത്യേക കഴിവെല്ലാം വേണ്ടേ? കഴിവൊക്കെ ഉണ്ട്. എന്താ സ്കൂളില് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂള് നാടകത്തില് എടാ അവന്റെ പാഷനാണ് അത് എന്ന് പറഞ്ഞ പിന്നെ അതിലെന്താ ചോദ്യം? നല്ലതാന്ന്. സിനിമ നടന്മാരുടെ ഗ്ലാമർ പരിപാടിയെല്ലാം ഉണ്ട്. കോടികളാണ് പ്രതിഫലം. പ്രതിഫലം ഒന്നും ഇല്ല, വേണ്ട. ഇവിടെ എന്തിനാ ഇനി പ്രതിഫലവന്റെ പ്രതിഫലം എന്തിനാ? ഒരു വെള്ളിയാഴ്ച മതി തലവര മാറ്റാൻ വേണ്ടിട്ട്. വെള്ളിയാഴ്ച വരെ ഒന്നും നീ നിക്കണ്ട. ഇന്ന് തന്നെ പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. സിനിമ റിലീസ് ആവുന്ന വെള്ളിയാഴ്ച അല്ലേ? ആടെ തുടങ്ങിയേ നടന്റെ. ഓ അങ്ങനെ. ഉണ്ണി, നമുക്ക് ഏതെങ്കിലും സംവിധായകരെ പോയി കാണാൻ പറ്റുമോ? എന്നോട് എത്ര സംവിധായകർ എന്നോട് അഭിനയിക്കുന്നു പറയുന്നത്. എത്ര സൗഹൃദങ്ങളുണ്ട് ഉണ്ണിനോടോ? എന്നിട്ട് ഞാൻ അതിന് നിൽക്കൂല. അവന് ഞാൻ ലീവ് കൊടുക്കില്ല. പക്ഷെ ഒരുപാട് ആൾക്കാരെ നടന്മാരാക്കിയ ഒരു സംവിധാനം ഉണ്ട് എന്റെ കൂടെ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുഗതൻ. എത്ര നടന്മാരാ. ഒന്നുമില്ലാത്ത ഒരു ഇതുപോലത്തെ ഒരു വസ്തു അറിയാത്തവരൊക്കെ നടന്മാരാക്കും. എന്നാ പിന്നെ അയാളെ തന്നെ ഒന്ന് പോയി കാണട്ടെ. കൂരാക്കൂരിരുട്ട്, ഒറ്റപ്പെട്ടൊരു പ്രദേശം. ആ ഒരു പ്രദേശത്തേക്ക് നായകന്റെ വണ്ടിയുടെ ലൈറ്റ് മാത്രം ഇങ്ങനെ ഫ്രെയിമിലേക്ക് കയറി വരും. ഭയങ്കര മഴയാണ്. അതായത് ഒരു കോരിച്ചൊരിയുന്ന പെരുമഴ എന്നെല്ലാം പറയില്ലേ, അങ്ങനെ സാറേ മഴ. അപ്പൊ അങ്ങനെ പെരുമഴ ഇങ്ങനെ തകർത്ത് പെയ്യാണ് സാറേ. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇടിമിന്നലുകൾ എടുക്കുന്നുണ്ട്. ഭയങ്കര വെട്ടത്തോടു കൂടിയുള്ള ഇടിമിന്നൽ. സാർ കേൾക്കുന്നുണ്ടോ? ഇടിമിന്നല്. ആ സമയത്താണെങ്കിൽ ഈ ഒറ്റപ്പെട്ട പ്രദേശമാണ്. കള്ളൂണിയും അതുപോലെ നെടുവുള്ളനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അല്ല സാറേ, അത് ഒരു കാലൻകുഴിയാണ് നെടുവുള്ള എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഭീകരാന്തരീക്ഷമാണ്. ഇങ്ങനെ മണ്ണട്ടകളും ചീവീടുകളൊക്കെ ഇങ്ങനെ കണകരകീറു. അതുപോലെ പേക്കാച്ചി തവളകളൊക്കെ ഉണ്ടല്ലോ. അതൊരു ഭീകരത നമ്മളതിൽ സൃഷ്ടിച്ചെടുക്കും സാറേ. ആ സമയത്ത് പെട്ടെന്ന് നായകന്റെ വണ്ടി അവിടെ ബൈക്ക് സ്റ്റോപ്പായി പോകും. അപ്പൊ മൂപ്പര് വണ്ടിയിൽ നിന്ന് മെല്ലെ ഇറങ്ങി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ കളിയും കളിക്കും. എല്ലാ കോലം കൊണ്ടും കളിച്ചിട്ടും ഇത് സ്റ്റാർട്ടാവില്ല സാറേ.
ആ സമയത്താണ് ആ ഫ്രെയിമിലേക്ക് ഒരു നീല വെളിച്ചം ഇങ്ങനെ കടന്നു വരും. ആ നീല വെളിച്ചം വരുന്ന സമയത്തൊന്നും നായകന് ഒട്ടും പേടിയില്ല. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് മാറിയിട്ട് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് വെള്ള സാരി ഉടുത്ത് ഇങ്ങനെ ആ ഫ്രെയിമിലേക്ക് ഇങ്ങനെ കടന്നു വരിക സാറേ. എൻ്റെ കൈ ഇതാ കുളിര് കയറുന്നിപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ. ഞാൻ ആ സിനിമയെ ശരിക്കും മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്തിരിക്കും. അപ്പോൾ സാറ് കേൾക്കുന്നുണ്ടോ സാറേ? സാറേ സാറേ ആ ഒരു പെൺകുട്ടി വന്നത് സാറ് കേട്ടായിരുന്നു? ഇടിമിന്നല്ല സാറേ, അതിനുശേഷം നമ്മളൊരു വെള്ള സാരി ഉടുത്ത് ഒരു പെൺകുട്ടി ഫ്രെയിമിലേക്ക് കടന്നു വരുന്നത്. ഈ വെള്ള സാരി ഉടുത്ത നായികയൊക്കെ അവിടെ നിൽക്കട്ടെ, വയലൻസ് ഉണ്ടോ? ഓ വയലൻസ് ഉണ്ട്. പിന്നെ മിഷ്യൻ കണ്ണാണോ വടിവാളാണോ? അല്ല സാർ, ഈ പെണ്ണിന്റെ ആയത് എപ്പോഴും നഖവും പല്ലുവാണല്ലോ. നമ്മളിപ്പോ അതങ്ങനെ തന്നെയാണ്. നായകൻ പെണ്ണ് അതുപോലെ തന്നെ വില്ലനെ കടിച്ചു കീറുന്ന സീനുകളൊക്കെ ഉണ്ട്. ബ്ലഡ് കുറയുന്നു? ബ്ലഡ് ഇല്ലല്ലോ, ഒട്ടും കുറയില്ല. അതൊക്കെ ഇഷ്ടം പോലെ. ബ്ലഡ് ഇല്ലാതെ ഇപ്പൊ പടങ്ങളില്ലല്ലോ സാറേ. ശരി സാറേ. അപ്പൊ സാറിന് ഈ കേട്ടിടത്തോളം ഇഷ്ടപ്പെട്ടു അല്ലേ? ചില കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. ഒന്ന് മാറ്റി പിടിക്കണം. ഈ സാർ എങ്ങനെയാണത് മാറ്റി പിടിക്കണ്ടേന്നുള്ളതോടെ? അല്ല, അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് എഴുതിയ പോരെ. സാർ ഇതിപ്പം മാറ്റി എഴുതി ഇപ്പം ഈ ആദ്യം എൻ്റെ ഉള്ളിൽ വന്ന കഥ പോലും എന്നോട് മറന്നുപോയി. ഇപ്പൊ 2 വർഷത്തോളമായി ഇങ്ങനെ മാറ്റി എഴുതുന്നു. ഈ ഏപ്രിൽ 2 വർഷം. നന്നാവണമെങ്കിൽ ചിലപ്പോൾ ഇനിയും മാറ്റേണ്ടി വരും. സാറുണ്ട്. സാറ് മുമ്പിൽ വളരെ കറക്റ്റായിട്ട് നിൽക്കണം. അഭിനയിക്കുന്നു വേണ്ട, ആക്ഷൻ കട്ടിനില്ല, അഭിനയിക്കണ്ടു. ഇപ്പൊ എന്തായാലും മാറ്റിയാല് ഓക്കെ ആണല്ലേ? സാറിന് സുഖമില്ലേ? അല്ല സാർ കഥ കേൾക്കാണ്. കഥ ഭയങ്കര ഫേമസ് ആണ്. കിടന്നിട്ട് കഥ കേൾക്കും. നിങ്ങളാരാ? ഞാനാരാ? കൊടുന്നിയാരാ? ഞാൻ സ്തുതി കൈവേലി, തിരക്കഥാകൃത്ത്. സാറേ ആത്മബന്ധാണ്. ഉണ്ണിയാന്ന് എന്നെ കാണുന്നതാണ്. അതെ സാറേ. സാറേ അപ്പൊ ആ ക്ലൈമാക്സ് ഒന്ന് എഴുതിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി പിടിക്കേണ്ടി വരും. ഒന്ന് മൊത്തത്തിലൊന്ന് മാറ്റിക്കും. ഓക്കെ സാർ. സാറേ ഓക്കെ, താങ്ക് യു സാർ. ഉണ്ണി? ഏതുണ്ണി? നമ്മുടെ വീട്ടിന് പ്രായമല്ലോ സാറേ. അല്ല, എനിക്ക് മനസ്സിലായില്ല. സാറിന്റെ ഫസ്റ്റ് പടം കിളി ചലക്കുന്നു. കിളികൾ ചലക്കാറില്ല എന്നാടോ? അതിന്റെ പ്രൊഡ്യൂസറെ സെറ്റായിട്ട് പ്രൊഡ്യൂസറെ കാണാൻ പോകാൻ സാറിന്റെ 10 പൈസ ഇല്ലാത്ത സമയം കാറിന്റെ പൈസ ഒന്ന് സഹായിച്ച സദാനന്ദൻ. സദാനന്ദേട്ടൻ. ആ സദാനന്ദൻ അച്ഛൻ്റെ ഏട്ടന്റെ മോനാ ഞാൻ, ഉണ്ണി. അതെ. എന്തപ്പോ വന്ന്? സാറേ ഒരു ഉപകാരം ചെയ്യണം. ഉണ്ണി, ഞാൻ വളരെ ടൈറ്റിലാണ്. ഇപ്പൊ പുതിയ സിനിമ ഒന്നും ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാശ് തന്നൊന്നും സഹായിക്കാൻ പറ്റിയ അവസ്ഥ. ഇതാരാന്ന്? ആരോമൽ ജ്വല്ലറിന്റെ മുതലാളി ആരോമൽ, എന്റെ ബോസാണിത്. ഓ, ആ ജ്വല്ലറി ഭയങ്കര ഫേമസ് ആണ്. അത് ശരിയാ. അതെ, അച്ഛന്റെ മരണശേഷം ഞാനാണ് ജ്വല്ലറി നോക്കി നടന്നത്. ഓ, സന്തോഷം. അപ്പൊ ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ്. ജ്വല്ലറിയിലെ മുതലാളിയാണ് ഇപ്പൊ അഭിനയിക്കുന്നത്. അപ്പൊ നല്ലൊരു ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഭംഗിയായിട്ട് ചെയ്യാം നമുക്ക്. അതല്ല സാറേ, സാറിന്റെ പുതിയ പടത്തില് ആരോമലിന്റെ നായകനാക്കണം. സാറേ കുട്ടിക്കാലം മുതൽ അഭിനയത്തോട് ഭയങ്കര പാഷനാണ്. അല്ല, ഈ സിനിമയിലൊക്കെ നായകനായി അഭിനയിക്കുക എന്ന് പറയുമ്പോ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? സിനിമ കണ്ടിട്ടുണ്ട് സാർ, ഒരുപാട് കണ്ടിട്ടുണ്ട്. സാറേ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലൊക്കെ നായകനാവുക എന്ന് പറഞ്ഞാലേ ഈ നമ്മൾ ഈ സ്റ്റേജില് നാടകമൊക്കെ കളിക്കുന്ന പോലെയല്ല. അതല്ല, സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അതിനൊരു മീറ്റർ ഉണ്ട്, ഒരളവ്. മീറ്റർ വാങ്ങാലോ സാറേ? അതറിഞ്ഞിരിക്കണം. അതിന് ട്രെയിനിങ്ങിന് പോണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ പോകേണ്ടി വരും? എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശീതളൻ സമരസം. നല്ല തന്നെയാ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് ദിവസം ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്കതിന്റെ അളവും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ കംപ്ലീറ്റ് പേശികൾ ഇങ്ങനെ വലിഞ്ഞ്
അതൊരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഫേസിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ. അപ്പൊ രാവിലെ തന്നെ എന്താണ് ആദ്യം തന്നെ മറ്റുള്ളവർ കാണുമ്പോൾ ഇയാൾക്ക് ഭ്രാന്താണോ അല്ല അങ്ങനെയൊക്കെ പലതും തോന്നും. അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുള്ള് ആക്ടിങ് മാത്രമായിരിക്കണം. ആക്ടിങ് മാത്രമായിരിക്കണം. ഒരു വേറെ ഇപ്പൊ സിനിമ അഭിനയത്തിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മളൊരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. കുതിരപ്പുറത്ത് പോവുകയാണ്, പക്ഷെ കുതിരയില്ല. അപ്പൊ നമ്മളിങ്ങനെ ദൂരെ പോകുമ്പോൾ ഇവിടെ നിന്ന് ക്യാമറ വെച്ചാൽ നമ്മൾ ഈ പരിസരമൊക്കെ നമ്മളിങ്ങനെ പുറകിലേക്ക് പോകുന്നതും നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യണം. അപ്പൊ ആ കുതിരപ്പുറത്ത് ഒന്ന് വരും. കുതിരപ്പുറത്ത് ഒന്ന് വരും. ഞാൻ പറയാം. അതെ അതെ. ആ ഓക്കെ. നിങ്ങളിപ്പോ കുതിരപ്പുറത്താണ്. ആക്ഷൻ. അങ്ങനെയല്ല. അതെ, ഞാൻ കുതിരപ്പുറത്താണ്. പറയും. ആക്ഷൻ പറയും. ആക്ഷൻ. ഉണ്ടോ? അങ്ങനെ വേണം. അങ്ങനെ നമ്മളിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ആ ഒരു ഫീല് നമുക്ക് കിട്ടണം. ഓക്കെ. ആക്ഷൻ. ഓക്കെ. പഠിക്കാം നമുക്ക്. അഭിനയിക്കുന്ന സിനിമയിൽ കുതിര ഉണ്ടാവണമെന്നില്ലല്ലോ. എന്റെ മോലാളി അഭിനയിക്കുന്ന സിനിമയിൽ കുതിര ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ താൻ കുനിഞ്ഞു നിന്നാ മതി, പുറത്ത് കയറിയിട്ട് കാണിക്കാലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ചുട്ടുപഴുത്ത മണൽ. അപ്പൊ ചുട്ടുപഴുത്ത മണലിൽ നിൽക്കുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ അതാണ് കിട്ടേണ്ടത്. ഒന്ന് കാണിക്കൂ. ആക്ഷൻ. അങ്ങനെയല്ല. അത് നമ്മള് ഈ മറ്റേ ക്യാബറ ഡാൻസിന്റെ ഒരു ഫീലായി. അതല്ല, ചുട്ടുപഴുത്ത മണലിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണിക്കും. അതെ, ഞാൻ കാണിക്കാം. അതായത് മണലിങ്ങനെ ചുട്ടുപഴുത്ത മണൽ കിടക്കാൻ. അതായത് ഇത് അങ്ങോട്ട് അത്രയും അത് ഡീപ്പായിട്ട് വരുമ്പോഴേ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. നിന്നിട്ടുണ്ടോ? ചുറ്റുപഴുത്ത മണലിൽ നിന്നിട്ടുണ്ടോ? നിൽക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ ഫേസിൽ എക്സ്പ്രഷൻ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ആക്ടിങ് സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. ഇനി അതല്ലാതെ നമ്മുടെ ബോഡി മൊത്തം ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു, അതായത് ഇപ്പൊ നമ്മളൊരു പശുവിനെ പാടത്ത് പശുവിനെ നോക്കാൻ പോയിട്ടോ? ഞാൻ പോയിട്ട് ഈ പാടത്ത് പശുവിനെ നോക്കാൻ പോകുമ്പോ ഈ അതിന്റെ കയറ് നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ. നമ്മൾ ഇങ്ങനെ നോക്കി പോകുന്നതിന്റെ പെട്ടെന്ന് പശു അങ്ങോട്ട് കുതിച്ചോടി. നമ്മൾ ഓടുന്ന അങ്ങനെ ഓടുകയല്ല, ഈ കയറ് പിടിച്ചുകൊണ്ട് നമ്മൾ ആ പശുവിന്റെ പുറകെ ഓടുമ്പോ ഉണ്ടാവുന്ന നമ്മുടെ മൊത്തം ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ബോഡി ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ്. ആക്ഷൻ. പറയൂ. ആരോമൽ ജ്വല്ലറിന്റെ മോലാളിയാണ്. പരിശീലനം കുറച്ച് കുറക്കണം, കഠിനാക്കരുത്. മോലാളിയാണ്. കുഴപ്പമില്ല. അപ്പൊ പിന്നെ അവിടെ സ്വർണം വിറ്റിട്ട് അവിടെ തന്നെ ഇരിക്കാം, വേറെ അഭിനയിക്കാൻ പറ്റില്ല. ഇവിടെ ഇത്തിരി കഠിനം ചെയ്യേണ്ടി വരും. അതെ. അപ്പൊ പശു കുതിച്ചോടുകയാണ്, നിങ്ങൾ അതിന്റെ പുറകെ പോവുകയാണ്. ഓക്കെ. ആക്ഷൻ. അങ്ങനെ പോവരുത്. ഇങ്ങോട്ട് കൊള്ളാം, അത് വലിയ കുഴപ്പമില്ല. ഇനി പശു അങ്ങനെ ഓടുന്ന സമയത്ത് തന്നെ പശു അപ്പിട്ടിട്ടുള്ള ചാണകത്തിൽ ചവിട്ടി നിങ്ങൾ മോന്തയും തല്ലി വേണ്ട, അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിലാവും. ഇത് നോക്കട്ടെ. ഇത് പ്രാക്ടീസ്, ഇതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ചില എക്സ്പ്രഷൻസ്, ഫേസിലെ എക്സ്പ്രഷൻസ്, അത് സ്ഥിരം കാണിക്കണം. അത് ഒന്ന് കാണിക്കൂ. അങ്ങനെ അത് സ്വർണ്ണം എടുക്കാൻ വരുന്നവരുടെ അടുത്ത് കാണിക്കുന്നത് പോലെ അങ്ങനെ പോരാ, കുറച്ചും കൂടി അധികരിച്ച് കാണിക്കണം. എന്നാലാണ് ഈ പേശികളൊക്കെ അതില് കുഴപ്പമില്ല. ഇത് ഡെയിലി ഒരു 10 തവണയെങ്കിലും ഡെയിലി ചെയ്യണം കേട്ടോ. ഏകദേശം കാര്യങ്ങൾ ഇന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ കാണാം. എല്ലാം ബെറ്റർ ആയിട്ട് വരട്ടെ. ഇവിടെ ഇത് വലത്തെ കാലം എല്ലാം നന്നായി കേട്ടോ. ആരോമൽ ജ്വല്ലറിന്റെ മോലാളി കാക്കുവന. സാറേ, ചെറിയൊരു സംശയമുണ്ട്. സംശയം തീർക്കണം. നിങ്ങൾക്ക് ഈ അഭിനയത്തിന്റെ സകലമായ സംഗതികൾ അറിയാം. കണ്ണുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, എല്ലാ സംഭവം അറിയാം. നിങ്ങൾക്ക് അഭിനയിക്കാൻ വേണ്ടി സിനിമയിൽ ഇതൊരു ചാൻസ് കിട്ടിയിട്ടേ
ഉണ്ണി ടൈക്ക് പോയാലോ ആർട്ടിസ്റ്റ് റെഡി അല്ലേ ഓർമ്മ ഉണ്ടല്ലോ നേരെ ആക്ഷനില് അവിടുന്ന് വരണം. അവിടുന്ന് വരുമ്പോ 3 സൈഡിൽ നിന്ന് 3 പേര് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ അവരെ കാണുമ്പോ പേടിക്കണം. വെട്ടനോട് കൂടിയിട്ട് നമ്മൾ കട്ട് പറയും. ഓക്കെ അല്ലേ? പിന്നെന്താ പേടിക്കാച്ചല്ലേ? ഓക്കെ. ആരാ 3 പേര്? ആർക്കാ ഡയലോഗ്? ആർക്കാ പറഞ്ഞ ഡയലോഗ്? നല്ലടാ വെട്ടി തീർക്കടാ പട്ടിയെ. ചെയ്യോ? ഫൈറ്റ് സീനാണല്ലോ. മൊത്തം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. നായകൻ ആരോമലാണ്. നമുക്കേ മറ്റേ മോണിറ്ററിന്റെ പുറകിൽ വരും. എവിടെ അവരുടെ പൊസിഷൻ പറഞ്ഞു കൊടുക്കും. 3 സ്ഥലത്ത് മാറി. നായകനെ വെട്ടി വീഴ്ത്തുന്ന സമയത്തെ നായിക വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു സീൻ നമ്മൾ എഴുതി വെച്ചാ. എന്നെ ഓർമ്മിപ്പിക്കല്ലേ, ഡയറക്ടർ ഞാനല്ലേ, ഞാൻ ചെയ്തോളാം. തോന്നിയ സോറൊന്ന് എഴുതി വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പാടാൻ എനിക്കറിയും. തന്നോട് ഞാൻ മറ്റേ സീൻ മാറ്റാൻ പറഞ്ഞല്ലേ, അത് മാറ്റി എഴുതു പോ. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ആക്കടാ. ഷോട്ട് ടേക്ക് ആക്ഷൻ. അവിടെ സ്വരൂപേ ആട്ടോട് 2 ബക്കറ്റ് ബ്ലഡ് കൊണ്ടുവരാൻ പറ. അടുത്ത സീൻ. ക്ലൈമാക്സ് അല്ലേ മാറ്റേണ്ടതില്ലേ? ഞാൻ പടം തന്നെ മൊത്തം മാറ്റി വെച്ചിട്ടിരിക്കുകയാണ്. നമസ്കാരം സാറേ. എന്താ സ്വരൂപേ, ആ മേക്കപ്പ് മാനെ വിളിച്ചിട്ടേ ഫാസിലിന്റെ കൈ മുറിഞ്ഞു പോകുന്ന സാധനമല്ലേ, അപ്പൊ അവിടെ നന്നായി മേക്കപ്പ് ചെയ്യാൻ പറയും. ബ്ലഡ് റെഡിയാക്കി ചെറിയാണ് സാറേ ഉപയോഗിക്കല്. അതെ, അറിയാതിരിക്കണം. എന്താ ഇല്ല സാറേ ട്രെയിനിങ് ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ്. മീറ്ററൊക്കെ മനസ്സിലായില്ലേ? അപ്പോഴാണ് സാറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി നടന്നത്. സാർ ഇപ്പൊ എന്റെ ക്യാരക്ടർ എപ്പോഴാണ് തുടങ്ങിയത് സാർ? അല്ല, ആ സിനിമ അല്ലത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഹൊറാർ പടമാണല്ലോ, ഒരു യക്ഷിക്കഥയായിരുന്നു. ആ സിനിമ തൽക്കാലം നിർത്തി വെച്ചു. അയ്യോ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ട്രെൻഡ് എന്ന് പറഞ്ഞ വയലൻസിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കൊട്ടേഷൻ പടമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മതി നായകനാക്കിയ. അല്ല, അത് പറ്റില്ല. അതിന്റെ പ്രൊഡ്യൂസർ സൂപ്പർ സ്റ്റാറിനെ വേണമെന്ന് പറഞ്ഞിരിക്കുക. ഒരു നിരപരാധിയായ പയ്യനെ 3-4 പേര് കൂടി വെട്ടിക്കൊല്ലുന്നു. ആ പയ്യനെ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ വന്ന് ഓരോരുത്തരും മൃഗീയമായി കൊല്ലുന്ന സീനാണത്. അപ്പൊ അതിലാ നമുക്ക് നായകനെ മാറ്റാൻ പറ്റില്ല. സാർ അപ്പൊ ഞാനപ്പോ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ സാർ? അല്ല, ഇപ്പൊ അനുഭവം ഉണ്ടല്ലോ, പഠിച്ചല്ലോ നമ്മള്, ഇല്ലേ? മീറ്ററൊക്കെ മനസ്സിലാക്കിയില്ലേ? ഇനി ഏത് ഡയറക്ടർ എടുത്ത് ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കാം. പിന്നെ യക്ഷിക്കഥ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഹരോമിലൊരു വേഷമുണ്ട്. പിന്നെ ഇനി ഡയറക്ടർമാരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് കാശൊക്കെ ഉള്ള ആളല്ലേ, ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവമുള്ള എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ കാണിക്കേ, മീഡിയയിലൊക്കെ വരട്ടെ. കേട്ടോ സ്വരൂപേ? എന്താ മറ്റെന്താ ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? ടെൻഷൻ അടിക്കല്ല. അടുത്ത സിനിമയിൽ നായകനാക്കാൻ സാറ് പറഞ്ഞല്ലോ. പറഞ്ഞ സുഖ സാറ്. വലിയ സിനിമകളിലേക്കുള്ള ചവിട്ടുപടിയാണ് ഷോർട്ട് ഫിലിം. ഒരു ഐഡിയ ഉണ്ട്.